മൈ ഫൈറ്റ് ഈസ് വിത്ത് മൈസെൽഫ്. എൻ്റെ പോരാട്ടം എന്നോട് തന്നെയാണ്. തൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ഇങ്ങനെ എഴുതിവെച്ചവൻ്റെ പേര് സാക്കിബ് ഹുസൈൻ. ഇന്നലെ വരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ അധികമാർക്കും അറിയാതിരുന്ന ആ പേര് ഇന്ന് പലർക്കും പരിചിതമായിട്ടുണ്ടാകും. പട്ടാളക്കാരനാകുന്നത് സ്വപ്നം കണ്ടു നടന്ന ബാല്യകൗമാരകാലങ്ങൾ. പക്ഷേ ആഗ്രഹത്തിനു മുമ്പിൽ പലപ്പോഴും വില്ലനായത് അവൻ, പണം. അതായിരുന്നു സാക്കിബിൻ്റെയും പ്രശ്നം. സുഹൃത്തുക്കളാണ് സാക്കിബിൽ ഒരു വലിയ ക്രിക്കറ്റുകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. ബീഹാറിലെ ഗോപാൽഗഞ്ച് ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ജനനം. പിതാവ് ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ. കുടുംബം പുലർത്താൻ പോലും പ്രയാസപ്പെട്ടിരുന്ന ആ വീട്ടിൽ ക്രിക്കറ്റ് എന്നത് ആർഭാടമായിരുന്നു. പലപ്പോഴും ഒരു നേരം ആഹാരം കഴിച്ചാൽ അടുത്ത നേരത്തെ കാര്യം അനിശ്ചിതത്വത്തിലായിരുന്നു. നല്ലൊരു ജോഡി ക്രിക്കറ്റ് ഷൂസ് വാങ്ങാൻ പോലും പണമില്ലാതെ സാക്കിബ് നിരാശനായിപ്പോയിരുന്നു. ആ ഘട്ടത്തിൽ മകന്റെ സ്വപ്നം പാതി വഴിയിൽ നിലയ്ക്കാതിരിക്കാൻ അവന്റെ ഉമ്മ തന്റെ കൈവശമുണ്ടായിരുന്ന ഏക സമ്പാദ്യമായ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു. ആ പണം കൊണ്ട് വാങ്ങിയ ഷൂസാണ് സാക്കിബിനെ പിന്നീട് വലിയ മൈതാനങ്ങളിലേക്ക് എത്തിച്ചത്. ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷന് കീഴിൽ കളിച്ചു തുടങ്ങിയ സാക്കിബ് തന്റെ വേഗത കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. വലംകയ്യൻ പേസറായ അവന് തുടർച്ചയായി 140-145 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയാൻ കഴിയുമായിരുന്നു. IPL-ൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുമ്പ് പല ടീമുകളുടെയും നെറ്റ് ബൗളറായിരുന്നു സാക്കിബ്. അവിടെ പ്രമുഖ ബാറ്റ്സ്മാൻമാരെ വിറപ്പിച്ചതോടെയാണ് ഈ താരം സ്കൗട്ടുകളുടെ കണ്ണിൽ പതിയുന്നത്. അങ്ങനെ 2023-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നെറ്റ് ബൗളറായി മാറി. ബെഞ്ചിൽ പോലും ഇടം ലഭിക്കാതെ പോയെങ്കിലും അടുത്ത വർഷം താരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെടുത്തു. 2024-ൽ KKR-ന് വേണ്ടി ഒരു IPL മത്സരം പോലും സാക്കിബിന് കളിക്കാൻ അവസരം ലഭിച്ചില്ല. 2025-ൽ ആരും താരത്തെ ടീമിലെടുത്തതുമില്ല. എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാണ്. ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയെന്ന് ചങ്ക് കലങ്ങിയതാണ്. വിധിയെ തടുക്കാൻ ആർക്ക് കഴിയും? തന്റെ ഇൻസ്റ്റാഗ്രാം ബയോയുടെ ആദ്യ നിരയിൽ സാക്കിബ് കുറിച്ചതുപോലെ, അല്ലാഹ് ഈസ് ഇനഫ് ഫോർ മീ. ദൈവം തന്നെ കൈവിടില്ലെന്ന ശുഭാപ്തി വിശ്വാസം. കഠിനാധ്വാനവും ഉറച്ച വിശ്വാസവുമാണ് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവനെ മുമ്പോട്ട് നയിച്ചത്. 2026 IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സാക്കിബിനെ ടീമിലെടുത്തു. ആദ്യ 4 മത്സരങ്ങളിൽ പന്തെറിയാൻ അവസരം ലഭിച്ചില്ല. 5-ാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയായിരുന്നു അരങ്ങേറ്റം. അരങ്ങേറ്റ മത്സരം സാക്കിബിന് സ്വപ്നതുല്യമായിരുന്നു. അല്ല, താരം നടത്തിയത് അതിനേക്കാൾ എത്രയോ മികച്ച പ്രകടനം. 4 ഓവറിൽ നിന്ന് 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് യശസ്വി ജയ്സ്വാൾ, ഡൊനോവൻ ഫെറേറ, ജോഫ്ര ആർച്ചർ, രവി ബിഷ്ണോയി എന്നിവരെ പുറത്താക്കിയാണ് സാക്കിബ് വരവറിയിച്ചത്. ഓഫ് കട്ടറുകളും വേരിയേഷനുകളും കണ്ടെത്തി ടോ ക്രഷിംഗ് യോർക്കറുകളും ഡിപ്പിംഗ് സ്ലോ ബോളുകളും കാൽക്കുലേറ്റഡ് ബൗൺസറുകളും എറിഞ്ഞ് രാജസ്ഥാൻ റോയൽസിന്റെ കേളികേട്ട ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിച്ചു സാക്കിബ്. ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നവനാണ്. മാതാപിതാക്കളുടെ ദുഃഖം തിരിച്ചറിയുന്നവനാണവൻ. സാക്കിബിന്റെ ഉപ്പയുടേതാണ് വാക്കുകൾ. കണ്ടമിടറിയുള്ള ഒരു ഉപ്പയുടെ വാക്കുകളിൽ തന്റെ മകൻ ആകാശത്തോളം ഉയരണമെന്ന പ്രത്യാശയാണ് നിറഞ്ഞു നിൽക്കുന്നത്. കോടികൾ മുടക്കി ടീമിലെടുത്ത ബൗളർമാർ നിരാശപ്പെടുത്തിയപ്പോൾ 60 ലക്ഷം രൂപ മാത്രം മുടക്കി ടീമിലെത്തിച്ച പ്രഫുൽ ഹിംഗയും സാക്കിബ് ഹുസൈനും ഫോം കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് SRH ഉടമ കാവ്യ മാരൻ. ഡഗ്ഔട്ടിൽ ഇരുവരുടെയും മിന്നും പ്രകടനം കണ്ട് ആഹ്ലാദി നടത്തിയ അവരുടെ ബൗളിംഗ് കോച്ച് വരുൺ ആരോണിനാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഓറഞ്ച് ജേഴ്സിയിട്ട് സാക്കിബ് എറിയുന്ന ഓരോ പന്തുകളും ചെന്ന് തറയ്ക്കുന്നത് തന്റെ മുന്നിൽ കല്ലും മുള്ളുമായി നിന്ന പ്രതിബന്ധങ്ങളിലാണ്. സാക്കിബിന്റെ പന്തുകൾ ചരിത്രം തീർക്കും. ഇച്ഛാശക്തി എന്ന മാന്ത്രികതയാണ് അവന്റെ വിരലുകൾക്കുള്ളിൽ നിന്ന് തീയായി പെയ്യുന്നത്.